നൂറു സിംഹാസനങ്ങൾ എന്നുള്ള ജയമോഹൻ്റെ നോവലിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ IAS ഓഫീസറായിട്ടുള്ള ധർമ്മപാലൻ്റെ ഭാര്യയായിട്ടുള്ള സുധയെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവളുടെ വെളുത്ത കളറാണ് പ്രധാനമായിട്ടും അമ്മയെ ചൊടിപ്പിച്ചത് എന്നൊക്കെ ധർമ്മപാലൻ ഇങ്ങനെ പറയുണ്ടായല്ലോ. അപ്പോൾ അവരുടെ കുട്ടിയെ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ കഴിപ്പിക്കാൻ കൊടുക്കുന്നതും തൊടുന്നതും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുധയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ധർമ്മപാലൻ്റെ അമ്മയുടേത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയണം, അമ്മയെ ഞാനായിട്ട് പോകാൻ പറയരുതെന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം അമ്മ കൂടെ വന്നിട്ട് സ്വയം പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ അങ്ങനെ അമ്മ പോവുകയാണെങ്കിൽ തൻ്റെ കുറ്റബോധം ഇല്ലാതാവും, ഗുരുവിനോട് ഉത്തരം പറയേണ്ടതുമില്ല. പക്ഷേ ഇപ്പോൾ അമ്മ അങ്ങനെ പോയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സുധയോടുള്ള വെറുപ്പായിരുന്നു. അപ്പോൾ അവളെ അവിടുന്ന് തുരത്തണം എന്നുള്ള രീതിയിൽ അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് ധർമ്മപാലൻ പറയണം. അപ്പോൾ അവരുടെ സമയം മുഴുവനും അതിനു വേണ്ടിയിട്ടാണ് അവർ ചിലവാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ ദിവസം മുഴുവനും നാക്കു തോരാതെ സുധയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. വെള്ളപ്പന്നി, പാണ്ടൻ നായ തുടങ്ങിയിട്ടുള്ള അമ്മയുടെ വാക്കുകളിലെ ഉള്ള എല്ലാ തെറികളും സുധയെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിരില്ലാത്ത ജീവശക്തി മൃഗങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള വെറുപ്പ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ചിന്ത ഇല്ലാത്ത മനസ്സ് മാത്രമേ അതിനുള്ള വാഹനമാവുകയുള്ളൂ എന്നിങ്ങനെ ധർമ്മപാലൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആ 2 വൃദ്ധന്മാർക്കും കാശ് കൊടുത്ത് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ധർമ്മപാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ അന്ന് തന്നെ കാശ് കൊണ്ട് പോയി. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ കൂടുതൽ ആവേശമുള്ളവളായിട്ട് തീർന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ രാത്രി അമ്മ തന്നെ പുറപ്പെട്ട നഗരം മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് വെളുപ്പാങ്കാലത്ത് ചവറും ചീഞ്ഞതും വാരിക്കൊണ്ട് മടങ്ങി വന്നു. വലിച്ചെറിഞ്ഞ ഭക്ഷണങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, മിന്നുന്ന എന്തും അവർ എടുത്ത് കരുതി. പേരക്കുട്ടിയാണ് അവയൊക്കെ. പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ അവർ കാർ ഷെഡിൽ അങ്ങനെ കൂട്ടി വെച്ചു. എന്നിട്ട് ചീഞ്ഞളിഞ്ഞ എന്തോ ഒന്ന് അമ്മ അങ്ങനെ വടിച്ച് തിന്നുന്നത് ഇദ്ദേഹം കാണുകയാണ്. അപ്പം അത് യാദൃച്ഛികമായിട്ട് അത് സുധയും ജനൽ കൂടെ കണ്ടു. അപ്പോൾ ഇത് കണ്ട സുധ ഓടിച്ചെന്ന് ഛർദ്ദിച്ചു. ഒരു പെരിച്ചാഴിയെ ഒരിക്കലും അമ്മ പഴയ സാധനങ്ങൾ കൂട്ടി കത്തിച്ച് ചുടുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പിടിച്ച് പുറത്തെറിഞ്ഞ അമ്മയെ ചീത്ത പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ ധർമ്മപാലനെ അടിക്കാനായിട്ട് വന്നു. ധർമ്മപാലൻ അവരെ പിടിച്ച് തള്ളിയപ്പോഴേ മലർന്നു വീണു. പഴയൊരു ടർക്കി തൂവാലയാണ് അമ്മ അന്ന് ഉടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയണം. അത് അഴിഞ്ഞു വീണു. നഗ്നയായി കിടന്നവർ അങ്ങനെ തന്നെ എഴുന്നേറ്റ് ധർമ്മപാലനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഒരു കല്ലെടുത്ത് അദ്ദേഹത്തെ നോക്കി എറിഞ്ഞു. അവരെ ഫലമായി പിടിച്ചു കൊണ്ടുചെന്ന കാർ ഷെഡിൽ തള്ളി കതകടച്ചിട്ട് ശ്വാസം വിടാനാവാതെ കുറേ സമയം അദ്ദേഹം അങ്ങനെ നിന്നു. അപ്പോൾ ജനാലകൾ മുഴുവനും കണ്ണുകളായി മാറിയിട്ട് തന്നെ നോക്കുന്നതായിട്ട് ഈ സമയത്ത് ധർമ്മപാലന് തോന്നി. കാരണം അവിടെ ജോലിക്കാരായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓടി വന്നിങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ അദ്ദേഹം കുളിമുറിയിലേക്ക് ചെന്ന് ഷവർ തുറന്നു വിട്ട് പൊട്ടിക്കരഞ്ഞു എന്ന് പറയാണ്. കാരണം അമ്മയെ ഉപേക്ഷിക്കാനും പറ്റണില്ല, എന്നാൽ അമ്മയുടെ സ്വഭാവവുമായിട്ട് ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാനായിട്ട് കഴിയില്ല. അവർക്ക് ഒരിക്കലും ഇവരുടെ ജീവിത രീതിയിലേക്ക് വരാനായിട്ടും കഴിയണില്ല. അങ്ങനത്തെ ഒരവസ്ഥയും. വെള്ളത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ മുഴുവനും ഒഴുകി വൈഗയിലെത്തിയിട്ടുണ്ടാവും, കടലിലും എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ സുധ വാതുക്കൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നിട്ട് സുധ പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ കുട്ടിയും ഞാനും എങ്ങോട്ടെങ്കിലും പോകാം. ഇനി ഇതിനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സുധ കരയാണ്. അപ്പം ഞാൻ അമ്മയെ വിട്ടുകളയരുതെന്നാണ് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്. നീ പോയാൽ ഞാൻ ദുഃഖിക്കും, കുറേശ്ശെയായിട്ട് മരിക്കും. പക്ഷെ അമ്മയെ തുരത്താൻ എനിക്ക് പറ്റില്ല. അമ്മ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പോൾ ഇതാണ്
ധർമ്മപാലൻ്റെ മനസ്സിലുള്ള ആ ഒരു അവസ്ഥ. അമ്മയെ ഉപേക്ഷിക്കാനും വയ്യ, എന്നാൽ ഭാര്യ വിട്ടുപോവാനും പാടില്ല. അപ്പോൾ സുധ കുറേ നേരം അങ്ങനെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ തല വിറച്ചു കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ തലയിൽ ആഞ്ഞാഞ്ഞടിച്ച് നിലവിളിച്ചുകൊണ്ട് നിലത്തിരുന്നു. അപ്പോൾ അവളുടെ നിലവിളി കേട്ടുകൊണ്ട് മുറിയിൽ കയറി ഒരു പുസ്തകം എടുത്ത് വിരിച്ച് അക്ഷരങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു ധർമ്മപാലൻ എന്ന് പറയും. അപ്പോൾ രാത്രി വരെ അമ്മ അങ്ങനെ കാർ ഷെഡിലായിരുന്നു. കതകിൽ അവരങ്ങനെ മുട്ടി മുട്ടി അമറിക്കൊണ്ടിരുന്നു. അപ്പോൾ രാത്രി പുറത്തിറങ്ങി മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലും മറ്റും പോയിട്ട് ധർമ്മപാലൻ രാത്രി മടങ്ങി വന്നു. എന്നിട്ട് വസ്ത്രം മാറിയിട്ട് കാർ ഷെഡിലേക്ക് പോയി കതക് തുറന്നപ്പോൾ ഉള്ളിലെ മൂത്രവും മലവും കലർന്ന നാറ്റാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ എഴുന്നേറ്റ് അദ്ദേഹത്തെ അടിക്കുന്നതാണ് കരുതിയത്. പക്ഷെ അമ്മ ഒരു മൂലയിൽ തലവെച്ചിട്ട് അങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെ ചോറ് വേണോന്ന് ധർമ്മപാലൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ തലയാട്ടി. എന്നിട്ട് ധർമ്മപാലൻ തന്നെ അമ്മയ്ക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. അപ്പോൾ ആവേശത്തോടെ അവർ ആ ചോറ് അങ്ങനെ വാരി വാരി വായിലിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ ഈ ധർമ്മപാലൻ്റെ ശരീരം മുഴുവനും നിന്ന് കത്തുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും വിശപ്പിന് പകരം രുചിയെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കണമെന്ന് ധർമ്മപാലന് തോന്നി. ചോറുണ്ട് തുടങ്ങിയാൽ നിർത്താൻ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഇല ഒഴിയുന്നതും അവർക്ക് താങ്ങാനാവില്ല. വെച്ചാൽ ഒരുപാട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പോട് എന്ന് നിലത്ത് കൈകൊണ്ട് തട്ടി പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അപ്പോൾ അങ്ങനെ ചോറ് പിന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേഹത്തിലെ ഒരു തുണ്ടായിരുന്നു എൻ്റെ ദേഹം. ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദേഹത്തിൻ്റെ ഉള്ളിൽ അതിപ്പോഴും ഉണ്ട് കഴിഞ്ഞ് എച്ചിൽ കൈ സ്വന്തം ദേഹത്ത് തന്നെ തൂത്തിട്ട് അമ്മ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അകത്ത് ചെന്ന് അരക്കുപ്പി ബ്രാൻഡി കൊണ്ടുവന്ന് കൊടുത്തു ധർമ്മപാലൻ. അപ്പോൾ അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അമ്മ വീണ്ടും അവിടെ തന്നെ കിടന്നു. അപ്പോൾ വലിയൊരു ഏമ്പക്കം വന്ന് വയറൊന്ന് അനങ്ങി. വയറ് നിറഞ്ഞതും അതിനു മുമ്പുള്ള എല്ലാം അവൾ മറക്കുകയാണ്. എന്നിട്ട് പല്ലുകൾ കാട്ടി ചിരിച്ച് എന്നടാ കാപ്പാന്ന് വിളിച്ച് കൈ നീട്ടി. അപ്പോൾ ധർമ്മപാലൻ ഇങ്ങനെ അവരുടെ അടുത്ത് പോയിരുന്നു. അമ്മ അദ്ദേഹത്തെ ഒന്ന് തലോടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാടുകളിലൂടെ അവരുടെ വിരലുകൾ അങ്ങനെ ഓടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ലേ കാപ്പ, ആ വെള്ളപ്പന്നി പേയാക്കും മക്കാം, അവ ഏതുക്ക് വെളുത്തിരിക്കാ തെരിയുമാ, ഉനക്ക് രക്തം ഉനക്ക് ഉറഞ്ഞ് കുടിച്ചിട്ടിരിക്കലേ, പെട്ടെന്ന് എൻ്റെ ലിംഗത്തിൽ പിടിച്ചല്ലേ, ഇതു വളിയ, അവ ഉനക്ക് രക്തം മുളുക്കെ ഉറിഞ്ഞ് കുടിക്കാലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരുടെ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് മക്ക, ഈ കളസം ചട്ടയും വേണാലേ, കശേശലാലിരിപ്പ് വേണ്ടാലേ, തമ്പ്രാന്മാർ നിന്നെ കൊല്ലുവാരേലേ, നീ നാളെ എനിക്ക് കൂടെ വന്നിരില്ലേ, നാമ ഊരിക്ക് പോവാം, ഞാൻ ഊനെ പൊന്നുമാതിരി പാത്തു കിടുത്തേൻ, വാറിയാലേ മക്ക, അമ്മയില്ലാലേ വിളിക്കാൻ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ വെള്ളപ്പന്നിയായിട്ടുള്ള സുധ നിൻ്റെ രക്തം കുടിച്ച് നിന്നെ ഇല്ലാതാക്കും, നീ നിൻ്റെ ഈ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് അമ്മയുടേതുപോലുള്ള വസ്ത്രം ധരിക്കണം, ഈ തമ്പ്രാന്മാരൊക്കെ കൂടി നിന്നെ കൊല്ലും, നീ നമ്മളുടെ ഊരിലേക്ക് വായോ, നിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് അമ്മ ധർമ്മപാലനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണ് തളരുന്നത് വരെ അതുതന്നെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അതന്നെ. അപ്പോൾ കസേര വേണ്ട, അത് തമ്പുരാന്മാർക്കുള്ളതാണ്, നീ അതിലിരിക്കുന്നത് അവർ പൊറുക്കുകയില്ല, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവരെ വെളുത്ത് യക്ഷിയെ മന്ത്രിച്ച് വിട്ടിരിക്കുന്നത്, അവൾ നിൻ്റെ രക്തം കുടിക്കുന്നൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അമ്മ. അപ്പോൾ അമ്മ ഉറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവനും അമ്മയുടെ ആ ഒരു മണം ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം അമ്മ പറയുന്നത് ഭ്രാന്താണെങ്കിലും അതിൽ ഒരു സത്യമല്ലേ എന്ന് അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്. ഞാനിരിക്കുന്നത് യജമാനന്മാരുടെ കസേരയിലല്ലേ, അവർ അതിന് പ്രതികാരമായി എന്നെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ മായകൾക്കും ചാടകൾക്കും അപ്പുറത്തു നിന്നുകൊണ്ട് മാസ്മരവിദ്യയ്ക്ക് വശപ്പെടാത്ത മൃഗം പോലെ അമ്മ സത്യം തിരിച്ചറിയുകയാണോ എന്നിങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരിക്കലും ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ തമ്പുരാന്മാരുടെ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ആ ഈർഷ്യം, ആ ദേഷ്യം, ആ പക, അതൊക്കെ തന്നോട് എന്നും ഉണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ ഓർക്കുകയാണ്. അതേപോലെ തന്നെ സുധയിലൂടെ താനിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും സുധ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ തന്നെ ഒരു മാർഗമായി സ്വീകരിച്ചത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ അമ്മയിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും അവർക്ക് ഒരു ആധുനിക സ്ത്രീയായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നായാടി സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ധർമ്മപാലൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നും സ്വന്തം കുലത്തിൽ നിന്നുമൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള മാനഹാനികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അവിടെ വിശദമായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നോവലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് 3-ാമത്തെ അധ്യായത്തിൽ വരുന്നത്.